ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ എങ്ങനെയാകണം, ഒരു വീട്ടിൽ ഒരു സ്ത്രീ എങ്ങനെയാകണം, ഒരു സ്ത്രീ എങ്ങനെ നല്ലൊരു ഭാര്യയാകണം, ഒരു സ്ത്രീ എങ്ങനെ നല്ലൊരു അമ്മയാകണം, ഒരമ്മ എങ്ങനെ മറ്റൊരു സ്ത്രീയെ വാർത്തെടുക്കണം, കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടിൽ ആ ഒരു സ്ത്രീ പെരുമാറേണ്ടതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അമ്മയിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം കർശന നിർദ്ദേശങ്ങളും എങ്ങനെ നല്ലൊരു സ്ത്രീയെ വാർത്തെടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകളും കാലങ്ങളായിട്ട് കൈമാറപ്പെട്ട് നമ്മൾ 2025 എത്തി നിൽക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലടക്കം കാര്യമായി തന്നെ പ്രസംഗിച്ചതുകൊണ്ട് ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു പുരോഗമന അവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ സ്ത്രീ ശക്തരാണ്, ഞങ്ങൾ അബലകളല്ല, ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം എന്ന് മുറവിളി കൂട്ടുന്ന ആളുകളെ കാണാം. എന്നാൽ ആ ഒരു മുറവിളി കൂട്ടുന്ന ആളുകൾക്കിടയിൽ നിന്ന് ചില ആളുകൾ ഞങ്ങളിപ്പോഴും അബലകളാണേ, ഞങ്ങൾ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയെ, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണേ, അതുകൊണ്ട് തന്നെ ഇയാളെ നിങ്ങൾ സാമൂഹിക മാധ്യമ വിചാരണയ്ക്ക് വിധേയനാക്കൂ, അയാളുടെ ജീവിതം തകർക്കൂ എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അമ്മാത്ത് എത്താത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ കുറേയധികം കൺഫ്യൂഷൻസ് പല ആളുകൾക്കും വരാറുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കോണ്ടന്റാണ് ട്രാഡ് വൈഫ് കോണ്ടന്റുകൾ. ഇന്നത്തെ വീഡിയോയിൽ ട്രാഡ് വൈഫ് കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ട്രാഡ് വൈഫ്? ട്രഡീഷണൽ വൈഫ് റോളുകൾ കൈകാര്യം ചെയ്യുന്നു ഞങ്ങൾ വളരെയധികം സന്തോഷവതികളാണ് എന്ന് എപ്പോഴും പറയുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ട്രാഡ് വൈഫ് എന്ന് പറയുന്നത്, ട്രാഡ് വൈഫ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങ് വെസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാഡ് വൈഫ് കോണ്ടന്റുകൾ അല്ലെങ്കിൽ ട്രാഡ് വൈഫ് പ്രൊമോഷൻസ് കാര്യമായി തന്നെ വന്നത് ഈ ഫെമിനിസത്തിനെ എതിർക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇത് കാര്യമായി പ്രചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ, കാര്യമായിട്ടുള്ള അക്സെപ്റ്റൻസ് ഈ ഒരു ഉള്ളടക്കങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ട്രഡീഷണൽ ജെൻഡർ റോളുകൾ, ട്രഡീഷണൽ വൈഫ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ. അങ്ങനെയുള്ള ആളുകളെ കണ്ടു കിട്ടാനില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഉദിച്ചിരിക്കുന്ന നക്ഷത്രമാണ് നീ എന്നൊക്കെയുള്ള വലിയ അപ്രിസിയേഷൻസ് കമൻറ്റ് ബോക്സുകളിൽ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, കാലങ്ങളായിട്ട് ഏറ്റവും വലിയ അളവിൽ സീരിയലുകൾ, അതും ട്രഡീഷണൽ വൈഫ് റോളുകൾ മാത്രം കുത്തി നിറച്ചിട്ടുള്ള സീരിയലുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമുക്കത് കണ്ട് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണ്. ട്രഡീഷണൽ വൈഫ് റോളുകൾ, ട്രഡീഷണൽ മദർ റോളുകൾ, ട്രഡീഷണൽ ജെൻഡർ റോളുകൾ കണ്ട് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളുകൾക്കിടയിൽ സീരിയലുകൾ അത്രയധികം ജനകീയമല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഫാമിലി വ്ലോഗുകളിലെ ട്രഡീഷണൽ വൈഫ് റോളുകളാണ്. ഈ ദിവസങ്ങളിൽ പല ആളുകളും ഈ ഒരു കോണ്ടന്റുമായി ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്ത ഒരു വ്ളോഗാണ് സൗഭാഗ്യ വെങ്കടേഷിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും ഇൻക്ലൂഡിങ് സൗഭാഗ്യ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണ്, ഇഷ്ടമുള്ള സെലിബ്രിറ്റീസാണ്. ഒരു വളരെ സരസമായിട്ട് സംസാരിക്കുന്ന വളരെ നല്ല മനുഷ്യർ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകളാണ്. അവരുടെ വ്ളോഗ്സൊക്കെ വല്ലപ്പോഴും റെക്കമെൻഡേഷനിലേക്ക് വരുന്ന സമയത്ത് കാണാറുണ്ട്. സൗഭാഗ്യ വെങ്കടേഷ് അദ്ദേഹത്തിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എനിക്ക് തോന്നുന്നു 1 മാസം മുൻപ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ വൈഫ് റോള് അല്ലെങ്കിൽ മദർ റോള്, ജെൻഡർ റോളിനെയൊക്കെ കാര്യമായി തന്നെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ടോക്സിക് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന, റെസ്റ്റ് വേണ്ട, റെസ്റ്റ്ലെസ് ആയിട്ട് വീട്ടുജോലികൾ ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോ ആയിട്ടൊക്കെ പല ആളുകളും അതിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ആ ഒരു വീഡിയോ ഏറെ കണ്ടാസ്വദിച്ച പല ആളുകളും പറയുന്നത്, ഞങ്ങൾ വീട്ടുജോലികൾ ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സൗഭാഗ്യ ഈ ഒരു വീഡിയോ ഇട്ടത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊന്നും ഒരു പണിയെടുക്കുന്നില്ല, ഞാനൊക്കെ വെറുതെ മടി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു കുട്ടി പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഫഷൻ കയ്യിലുള്ള ആ ഒരു കുട്ടി ഇത്രത്തോളം പണിയെടുക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ട് ഞാൻ എടുക്കുകയാണ്, ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ അതിനെ ഒരു വീട്ടുജോലിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു. ഈ ഒരു വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഇതിൻ്റെ താഴെ വന്ന ടോപ്പ് കമൻറ്റിൽ ഒരെണ്ണം വായിക്കുക എന്നുള്ളതാണ്. സ്വന്തമായി ഒരു പ്രൊഫഷനുള്ള ഒരു പെൺകുട്ടി, അതും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം. അതിൻ്റെ താഴെയുള്ള കമൻറ്റും അങ്ങനെ തന്നെയാണ്. പ്രൊഫഷൻ ഉള്ളത് അല്ല അപൂർവം, എന്നിട്ടും പറമ്പ് ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ വീട്ടുജോലിയും ചെയ്യുന്നത് ആണ് അപൂർവം. സൗഭാഗ്യയുടെ പേഴ്സണാലിറ്റി വെൽഡൺ. അത് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഒരു ജോലിയിൽ പഠിച്ച് നേടിക്കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളിൽ അവർക്ക് ഈഗോ വർക്കൗട്ട് ആവും. എവിടെ എഡ്യൂക്കേഷൻ കൂടുതലുണ്ടോ അവിടെ അഹങ്കാരവും കൂടുമെന്ന് പറയും പോലെ ഈ അഹങ്കാരം എത്ര പൊസിഷനിലായാലും എത്ര എഡ്യൂക്കേഷൻ നേടിയാലും സൗഭാഗ്യ ഡൗൺ ടു എർത്ത്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പേഴ്സണാലിറ്റി. ഈ ഒരു കമൻസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് നിലവിൽ നമ്മളായിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹിക മുന്നേറ്റത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം സൗഭാഗ്യ ചെയ്യുന്നത് വീട്ടുജോലികളാണ്, അതൊക്കെ ചെയ്യുന്നത് വലിയെന്തോ സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കത്തക്ക തരത്തിലേക്ക് ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, സ്ത്രീകളായിട്ടുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് വീട്ടുജോലികൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്ക് അവരൊക്കെ വളരെ ഫ്രീ ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സൗഭാഗ്യയുടെ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ
അതിൽ വീട്ടുജോലികൾ എന്ന് പറയുന്നത് സ്ഥിരമായി വീട്ടുജോലികൾ ചെയ്യുന്ന ആളുകൾക്കറിയാം എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ടാവും. ഒരു 10% ഉണ്ടാവും. ബാക്കി മൊത്തം അവരവരുടെ സന്തോഷത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന കുറേയധികം അതിഥികൾ, കുറേയധികം പെറ്റ്സ്, അവരുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ആ ഒരു പെറ്റ്സിന് വേണ്ടി അതുങ്ങളുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ വീട് മാറുന്നതും ആ ഒരു പെറ്റ്സിന് ഓടി നടക്കാൻ വേണ്ടി അവർ അവരുടെ പറമ്പ് വൃത്തിയാക്കുന്നതും ഒക്കെ അവരുടെ പാഷനുമായി ബന്ധപ്പെട്ട, അവരുടെ ഹോബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും ട്രഡീഷണൽ വീട്ടുജോലികളൊന്നുമല്ല. വീട്ടുജോലികൾ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ആയാസരഹിതമായി മാറേണ്ടുന്ന ചില സംഗതികളാണ്. നമുക്ക് പിന്നോട്ടേക്ക് പോവേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും നന്മ എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ ഒരു പശുവിനെ, അതായത് പെറ്റായിട്ട് വളർത്തുന്ന ഒരു പശുവിനെ, ഒരു ബ്രീഡിനെ കണ്ടിട്ട് ഒരു പശുവിനെ നോക്കുന്ന ഒരു ട്രഡീഷണൽ വൈഫ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാലി വളർത്തൽ, കന്നുകാലി വളർത്തൽ എന്നൊക്കെ പറയുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെയാണോ? അവരുടെ ആ ഒരു പെറ്റ്സ് ആയിട്ടുള്ള പശുവിനും കാളയ്ക്കും ഒക്കെ അവർ ഭക്ഷണം കൊടുക്കുന്നത് പലപ്പോഴും വൈക്കോലൊക്കെ കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു പറമ്പിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടിലോ ഒരു പച്ചപ്പുല്ലോ അല്ലെങ്കിൽ നമുക്കിതിനെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളോ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു നായയെ വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പൂച്ചയെ വളർത്തുന്നത് പോലെയൊക്കെ ചില ജീവികളെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യമാണ് ആക്ച്വലി എനിക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നത്. ചൂസി ആയിട്ടുള്ള ആനിമൽ ലവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇവരങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുമില്ല. ആനിമൽ ലവേഴ്സിൽ പല ആളുകളും വന്നിട്ട് ആനിമൽസിന് വേണ്ടി വാദിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ബ്രീഡുകൾ എന്താണ്? അവരുടെ കയ്യിലുള്ള ബ്രീഡുകൾ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടും ജനിച്ച ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ ഒന്നും ആയിരിക്കില്ല. നായയുടെ കാറ്റഗറിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ രീതിക്ക് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഏതെങ്കിലും ഒരു ബ്രീഡിനെ ആയിരിക്കും ഒരു മൃഗസ്നേഹി കൂടുതലായിട്ടും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരു നായയായിട്ട്, അതിനെ തനി നായയായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്രത്യേക ജീവിയായിട്ട് രൂപപ്പെടുത്തുന്ന സമയത്താണ് പല വീട്ടിൽ വളർത്തുന്ന മൃഗസ്നേഹികളുടെ പെറ്റ്സും ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വീട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ചില പണികളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒരു വീടിൻ്റെ പണിയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വഴി നമുക്കൊരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും. ഇത് നമുക്കൊരു വലിയ മോട്ടിവേഷനായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത് അത്ര വലിയ റിയാലിറ്റിയുമായി ബന്ധമില്ലാത്ത ഒരു സംഗതിയാണ്. ഇനി അടുത്ത 2 കമൻറ്റിലേക്ക് പോകാം. ഞാൻ സ്ഥിരമായി ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്. വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും മടിയൊക്കെ മാറി പണിയെടുക്കാനുള്ള ഉന്മേഷം കിട്ടും. അടുത്ത കമൻറ്റ്, ഇത്രയും ജോലികൾ മോൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എൻ്റെ മോൾക്കും ബാക്ക് പെയിൻ ഉണ്ട്. മോൾ ഓഫീസിൽ നിന്ന് വന്നാൽ വയ്യ എന്ന് പറഞ്ഞിരിക്കും. റെസ്റ്റാണ് കൂടുതൽ വേണ്ടത്. മോൾ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. സൗഭാഗ്യ, യുവർ ഇൻസ്പയറിംഗ് വുമൻ. എന്തോരം വർക്കാണ്. എഗെയിൻ മീ ആൻഡ് മൈ അമ്മ വെയിറ്റിംഗ് ഫോർ യുവർ വ്ളോഗ്സ്. ഈ തലമുറകളായിട്ട് കൃഷിയുമായി മുന്നോട്ട് പോകുന്ന കുടുംബത്തിൽ നിന്നാണ് ഞാനൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ 4-5 പശുക്കളൊക്കെ ഉണ്ട്. എനിക്ക് ഗോമാതാവിനോട് വലിയ ഇഷ്ടമൊക്കെയാണ്. ഞാൻ BJP-കാരനല്ല എങ്കിൽ കൂടെ ഗോമാതാവിനെ വേദനിപ്പിക്കുന്ന രീതികളൊന്നും നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം അത് നമ്മുടെ ഉപജീവനമായിരുന്നു. ഈ പശുവൊക്കെ 4-5 വീട്ടിലുണ്ടാവുന്ന സമയത്ത് അത്ര സുഖകരമൊന്നുമല്ല കാര്യങ്ങൾ. ഇപ്പോൾ സൗഭാഗ്യയുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കാളയും അല്ലെങ്കിൽ കാലി വർഗ്ഗത്തിൽപ്പെട്ട ജീവിയെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു സാഹചര്യം ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല. അവർ കുറച്ചും കൂടെ നല്ല സാഹചര്യങ്ങളൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൃഗപരിപാലനം എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള പട്ടിയെയും അതേപോലെ തന്നെ പൂച്ചയെയും ബാക്കിയുള്ള ജീവികൾ, ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുണ്ടല്ലോ, വീടിനകത്ത് കിടക്കുന്ന ജീവികൾ, അതിനെയൊക്കെ നോക്കുന്നത് പോലെയുള്ള ഒരു നോക്കലാണ്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജീവികൾ ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ പുതിയ കുറച്ച് രീതികൾ ഈ മൃഗസ്നേഹികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പെരുമ്പാമ്പിനെ വളർത്തുക, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പാറ്റയും പല്ലിയൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അതിനെയൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി വളർത്തുന്നത് പോലെ നമ്മൾ ഇത്തിരി വലിയ ജീവികളെ നമ്മളുടെ പാകത്തിന് രൂപപ്പെടുത്തി എടുത്ത് വളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്പേസിൽ ഈ പറയുന്ന ജീവികളെല്ലാം കൂടെ ജീവിക്കുമ്പോൾ ഇതുങ്ങൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരും. മൃഗപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതുങ്ങൾക്ക് വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പശുവിനെ നോക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നൊക്കെ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം റിയാലിറ്റിയിൽ പശുവിനെയൊക്കെ നോക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ പശുവൊക്കെ കുറച്ച് പറമ്പിലൊക്കെ പോയി നടന്ന് കുറച്ച് പച്ച പുല്ലൊക്കെ ലൈവായിട്ട് പറിച്ച് തിന്നുന്ന ആ ഒരു സാഹചര്യമൊക്കെ അർഹിക്കുന്ന ജീവികളാണ്. അപ്പോൾ അതിനൊക്കെ ആ ഒരു അർഹത നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള മൃഗസ്നേഹികളൊക്കെ കാണുന്ന സമയത്ത് പറയാൻ തോന്നുന്നത്. അതേപോലെ തന്നെ ഒരാട് മരിച്ചു പോകുന്നു, മറ്റൊരാടിനെ രണ്ടാമത് കൊണ്ടുവരുന്നു. ആടൊക്കെ ഓടി നടന്ന് പറമ്പിലൊക്കെ പോയി അതുങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റുന്ന
ആടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ കൂറ പുല്ലൊന്നും അത് തിന്നത്തില്ല. അത് കുറച്ചും കൂടെ ഔഷധ ഗുണമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന ജീവികളാണ്. അങ്ങനെ തിരഞ്ഞ് പിടിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതിന് കുറച്ച് പച്ച പ്ലാവിൽ വെട്ടി കൊടുക്കാനായിട്ടുള്ള ആളുകൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മൃഗപരിപാലന രീതികളെ മാറ്റി തങ്ങളുടെ രീതിക്ക് വേണ്ടി കുറേയധികം മൃഗങ്ങളെ അഡ്ജസ്റ്റഡ് ആക്കി മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് വളരെയധികം സഫോക്കേറ്റിംഗ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് സ്ത്രീകളിൽ കുറേയധികം ആളുകൾ മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് റിയാലിറ്റിയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ചില ആളുകൾ വിശ്വാസങ്ങളുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള കുറേയധികം ബിലീഫ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നിട്ട് ഈ മൃഗങ്ങളൊക്കെ അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്ന സമയത്ത് മുത്തപ്പനെ കാണണം, വഴിപാട് നേരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു വിഡ്ഢിക്കൂട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയധികം മൃഗങ്ങൾ ഒരു ചെറിയ സ്പേസിൽ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവരുടെ അസുഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരുടെ പരസ്പരമുള്ള ആക്രമണങ്ങൾ, അതേപോലെ തന്നെ ഇവർക്ക് വരുന്ന രോഗങ്ങൾ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കണ്ടിട്ട് അതിനെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതൊരിക്കലും വീട്ടുജോലികളല്ല. നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ പാഷന് വേണ്ടി, നമ്മളുടെ ഹോബിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില സംഭവങ്ങളാണ്. ഇതിനൊരിക്കലും വീട്ടു ജോലിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. വീട്ടു ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷവും അഭിമാനവും അവളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള തോന്നലും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന 3 ഗണം ആൾക്കാരേ ഉള്ളൂ. ഒന്ന്, ഇതുപോലുള്ള ഒരു പണിയും ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ പുരുഷന്മാർ. ബാക്കിയുള്ള ആളുകൾ വൃത്തിക്ക് ഈ ഒരു പണി, തൻ്റെ വീട്ടിലെ സ്ത്രീകളടക്കം വൃത്തിക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളും, അങ്ങനെ ചെയ്തു തരുന്ന ആളുകളുടെ പണികളിൽ തൃപ്തിയല്ലാത്ത ഒരു കൂട്ടം ആളുകളും ഈ പറയുന്ന കാഴ്ചകൾക്കൊക്കെ വലിയ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. പല ആണുങ്ങൾക്കും വീട്ടിലെ സ്ത്രീകൾ ചെയ്യുന്ന ജോലികളിൽ തൃപ്തിയില്ല. ശരിക്കും പറഞ്ഞാൽ അടിമ പണിയായിരിക്കും എടുക്കുന്നത്. നീ വൃത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കില്ല, നീ വൃത്തിക്ക് വീടും പരിസരവും ഇടില്ല, അല്ലെങ്കിൽ നീ വൃത്തിക്ക് ഒരു കാര്യവും ചെയ്യില്ല, ഒന്നിലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ കൃത്യമായി എഡിറ്റ് ചെയ്ത സ്റ്റേജ് പെർഫോമൻസുകൾ നടത്തുന്ന ഒരു വീഡിയോ കാണുന്ന സമയത്ത് കൈയടിക്കും. കണ്ടുപഠിക്കണം സ്ത്രീകൾ. ഈ കണ്ടുപഠിക്കണം എന്ന് പറയുന്ന ആ ഒരു സാധനം എവിടെ നിന്നാണ് വരുന്നത്? ബാക്കിയുള്ള വീട്ടിലെ സ്ത്രീകളുടെ പണിയിൽ തൃപ്തിയില്ലാത്തതിൽ നിന്നിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾ വീട്ടുജോലി ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ആളുകളാണല്ലോ, എനിക്ക് വേറെ ഒരു കഴിവുകളും ഇല്ലല്ലോ, ഞാനിങ്ങനെ പെട്ടുപോയല്ലോ, എനിക്ക് വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി, എനിക്ക് വേണമെങ്കിൽ നോ പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ മിണ്ടിയില്ല, കാരണം കൂട്ടുകാരികളൊക്കെ വിവാഹം കഴിച്ചു, അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് പോയി, നല്ല ഭാവി വിവാഹത്തിന് ശേഷമാണെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ആകെ മൊത്തത്തിൽ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായി തോന്നുന്നത് സെലിബ്രിറ്റികളും ഈ ഒരു പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള തോന്നലാണ്. അങ്ങനെയുള്ള ഒരു ഇല്യൂഷനിൽ അവർ ഈ സൗഭാഗ്യയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, പഠിക്കാനൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല, നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടിരിക്കണം, സൗഭാഗ്യയെ പോലെ. കണ്ടില്ല അവർ വീട്ടിലെ പണികളൊക്കെ എടുക്കുന്നത്? അങ്ങനെ പണിയൊക്കെ എടുത്തിരിക്കുന്ന സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. വീട്ടിൽ ഈ പണിയൊക്കെ ഉണ്ട്, എന്നാൽ ആ ഒരു പണിയൊന്നും അത്ര വലിയ ഹെക്റ്റിക്കൊന്നുമല്ല. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ വീട്ടിൽ വൃത്തിക്കും വെടുപ്പിനും കിടക്കാൻ പറ്റത്തുള്ളൂ. 3 നേരം ഭക്ഷണം ഉണ്ടാക്കിയാലേ നന്നായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. വൃത്തിയാക്കിയിട്ടാലേ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കത്തുള്ളൂ. തുണി അലക്കണം, പേഴ്സണൽ ഹൈജീൻ നോക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഇത് സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ടും ഇത് ചെയ്യാനായിട്ട് മടിയായതുകൊണ്ടും അവരിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സൗഭാഗ്യ വെങ്കടേഷ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ വിചാരിക്കുകയാണ്, ഞാനെന്തൊരു മടിച്ച് സൗഭാഗ്യം ഇത് ചെയ്യുന്നില്ലേ? ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കാം, വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധം പിടിക്കാം. പക്ഷേ അങ്ങനെ ഒരു പോക്ക് നമുക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് വല്ലാതെ മോട്ടിവേറ്റഡ് ആയെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇല്യൂഷൻ ഓഫ് എനഫ് ടൈം. വീട്ടു ജോലികളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു സംഗതിയാണ് ഇല്യൂഷൻ ഓഫ് എനഫ് ടൈം. നിങ്ങൾക്കറിയാം ഈ പാത്രം കഴുകാനായിട്ട് ഇത്ര സമയം മതി, നിങ്ങൾക്കറിയാം തുണി മടക്കി വയ്ക്കാനായിട്ട് ഇത്ര സമയം മതി, നിങ്ങൾക്കറിയാം വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ വൃത്തിയാക്കിക്കോളും, പിന്നീട് എടുത്ത് വിരിച്ചിട്ടാൽ മതി, നിമിഷ നേരം മതി, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇത് ഇത്ര സമയം എടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് ഈ ഒരു പരിപാടികളൊക്കെ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്താണ് നമുക്കിതൊക്കെ വലിയ പണിയായിട്ട് തോന്നുന്നത്. കാരണം ഇത് കുന്നുകൂടും. ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സമയത്താണ് നമുക്ക് വീട്ടുജോലികൾ വലിയൊരു ഹെക്റ്റിക്കായിട്ട് തോന്നുന്നത്. നമ്മൾ ഒരേ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും പറ്റില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ പണിയായിട്ട് വരില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ വിദേശത്ത്, ഇപ്പോൾ കാനഡയിലും UK യിലും ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ്. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പലപ്പോഴും പോകാറുണ്ട്. സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വീട്ടിലിത് അഭ്യസിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നാലും അവിടേക്ക് പോകുന്ന സമയത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വൃത്തിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, വല്ല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ആൺകുട്ടികളൊക്കെ പൊതുവേ ഈ ഒരു അസുഖങ്ങൾക്ക് നടുവിലൊക്കെ കൊച്ചിയിലൊക്കെ റൂമിലൊക്കെ കിടന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ പല ആളുകൾക്ക് ഉണ്ടാവും. ഞങ്ങളൊക്കെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ചിട്ടൊന്നും പേടിയുണ്ടായിരുന്നില്ല. കുറച്ച് മെച്ചുവേർഡ് ആവുന്ന സമയത്ത് നമ്മളിത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. ഇത് ചെയ്യാൻ ഇത്ര സമയം മതി, അതുകൊണ്ട് പിന്നെ ചെയ്യാം എന്നുള്ള നമ്മുടെ ചിന്ത കൊണ്ട് മാറ്റിവെക്കുന്ന പണികളാണ് വീട്ടുജോലികളിലെ ഏറ്റവും വലിയ കീറാമുട്ടികൾ. ഇനി അടുത്തായി പറയാനുള്ളത് ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ്. നമ്മൾ മനുഷ്യന്മാരാണ്, സിമ്പിൾ മനുഷ്യന്മാരാണ്. നമുക്കൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടണം. പലപ്പോഴും നിങ്ങൾ വീട്ടുജോലി ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കുന്നതിന് പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു പണിയൊന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സർവൈവലിന് വേണ്ടിയുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ ആരും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തൊന്നുമില്ല. നീ ഒരു പണി വൃത്തിയായിട്ട് ചെയ്തല്ലോ, ഇന്നാ പിടിച്ചോ 500 എന്നാരും പറയില്ല. നിങ്ങളുടെ വീട്ടിലെ ഒരു ജോലിയാവുന്ന സമയത്ത് വൈകിട്ട് ഭർത്താവ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാര്യ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തോ കുട്ടികൾ വരുന്ന സമയത്തോ അവരിത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് നീ ചെയ്തല്ലോ എന്നൊന്നും പലപ്പോഴും പറയില്ല. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. അത് നോർമലാണെന്നേ, അതൊക്കെ നോർമലാണ്, അതൊക്കെ എല്ലാ ആളുകൾക്കും അങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന പണിക്ക് അംഗീകാരമൊന്നും കിട്ടത്തില്ല, ശമ്പളം കുറവാണെങ്കിൽ ഉണ്ടാവുന്ന അതേ വിഷമമൊക്കെ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയയിൽ ട്രാഡ് വൈഫ് കോണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിവാർഡ്സ് ഉണ്ട്. അവർക്ക് ആ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റവന്യൂ കിട്ടും, നിങ്ങളുടെ അപ്രിസിയേഷനും കിട്ടും. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പല ആളുകൾക്കും ഈ ഒരു അപ്രിസിയേഷൻ ഇല്ല. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കൈയടിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടു ജോലികൾ ചെയ്യുന്നതിൽ അപ്രിസിയേഷൻ കിട്ടാത്തതുകൊണ്ടാണ് പല ആളുകളും ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് കൈയടികൾ കൊടുക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ചുറ്റിലും വീട്ടിലെ ജോലികളിൽ സഹായിക്കുന്ന എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും, ഇതൊരു പണിയല്ലാതായി തോന്നും. നമ്മളിൽ പല ആളുകളും ഇപ്പോൾ അണുകുടുംബമാണ്. അപ്പോൾ അണുകുടുംബമാവുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഒന്നും സെർവൻസിനെ ഒന്നും വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും ജോലിയുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ജോലിയുണ്ട്, എല്ലാം തുല്യ വേതനവും തുല്യ സമയമൊക്കെയാണ്. അപ്പോൾ അതിൽ ഭാര്യ വന്നിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എല്ലാ ആളുകൾക്കും വീട്ടിലെ പണികളൊക്കെ അറിയാം. അപ്പോൾ അതൊരു വീട്ടിലെ പണിയായി മാറാതെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നു, നമ്മളുടെ കിടക്കുന്ന സ്ഥലം നമ്മൾ വൃത്തിയാക്കുന്നു, അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ പോയി വാങ്ങുന്നു, നമ്മൾക്ക് നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോവേണ്ടത് കൊണ്ട് നമ്മൾ തുണി അലക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വളരെ സിമ്പിളാവും. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ എന്നെപ്പോലുള്ള ആളുകൾക്ക് സൗഭാഗ്യയുടെ ആ ഒരു പണിയൊക്കെ കാണുന്ന സമയത്ത് അവർ എടുത്തു വെച്ചിരിക്കുന്ന അവരുടെ ഒരു ചോയ്സ്, അവരുടെ ഇഷ്ടം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹോബി എന്നുള്ള രീതിയിലേ തോന്നത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഇന്നത്തെ കാലത്തെ വീട്ടുജോലികൾ എന്നുള്ള രീതിയിലുള്ള അടിവരയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു ഇമോഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. വീട്ടുജോലികൾ സന്തോഷത്തോടെ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും അത് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ള ആളുകളോട് പറയുന്നത് പോലും ഒരു ഇമോഷണൽ റെസിസ്റ്റൻസ് ആണ്. അവർ തന്നെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. എല്ലാ ആളുകളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാ ആളുകളും വളരെയധികം പ്രൊഡക്റ്റീവാണ്. എൻ്റെ കൂടെ പഠിച്ച സുമ ഇപ്പോൾ ഏതോ ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ പഠിച്ച അഞ്ജു ഇപ്പോൾ UK നേഴ്സാണ്, അവൾ നാട്ടിൽ വയ്ക്കുന്ന വീട് കണ്ടില്ലേ. പക്ഷേ എന്നാലും ഞാൻ സന്തോഷവതിയാണ്, നാട്ടിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. ഈ ഒരു ഇമോഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ സന്തോഷമുണ്ട് എനിക്ക് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ വരട്ടെ, ഒരു ആശ്വാസമല്ലേ, ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ആക്ച്വലി സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ആളുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ചെയ്യാത്ത ഏതോ കാര്യം ഇവർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ മോഡേൺ ഡേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു വീഡിയോ കാണിച്ച അടക്കം. ഇപ്പോൾ നമ്മൾ സൗഭാഗ്യയുടെ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഡിസ്ട്രാക്ഷനാണ്, നമുക്ക് വേറെ കുറേ പണിയുണ്ട്. ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. വെറുതെ ഇരിക്കുകയാണ്, റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. നിങ്ങൾ എല്ലാ ദിവസവും കടയിൽ പോയിട്ട് 1 ലിറ്റർ പാൽ വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊച്ചുണ്ട്, നിങ്ങൾ പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്താനായിട്ടുള്ള പറമ്പ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പുറം പണിക്ക് ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. പക്ഷേ നിങ്ങളതൊന്നും ചെയ്തൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ ആസ്വദിക്കും. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ഒരു മാസം വലിയ ഗവേഷണത്തിലായിരുന്നു. എങ്ങനെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാം. പല കൃഷികളെ കുറിച്ചിട്ട് ആലോചിക്കുന്നു, അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ ഭയങ്കര പണിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരു ചോയ്സാണ്. ഞാൻ ആ ഒരു ജോലികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ പറയുകയാണ്, കണ്ടില്ലേ അവൻ എല്ലാ ജോലികളുടെ കൂടെയും കൃഷി ചെയ്യുന്നത്, അങ്ങനെ വേണം എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമുണ്ടോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേയധികം ആളുകളുടെ ചില തിയറീസൊക്കെ ഉണ്ട്. ഇതുപോലെ മൃഗങ്ങളെയൊക്കെ നോക്കി പറമ്പിലൊക്കെ ഇങ്ങനെ ആളിഞ്ഞും വാരി നടന്നും നാട് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആയുസ് കിട്ടത്തുള്ളൂ. തെറ്റിദ്ധാരണയല്ലേ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വികരൊക്കെ വലിയ ആയുസോടെ ജീവിക്കുന്ന ആളുകളല്ലേ, അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ രീതികൾക്കനുസരിച്ചിട്ട് അഡാപ്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ വിഷാദപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ വൈഫ് റോളൊന്നും നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. ട്രഡീഷണൽ ഹസ്ബൻഡ് റോള് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കാം. അതേപോലെ തന്നെ കെട്ടിക്കേറി ചെല്ലുന്ന വീടുമായി ബന്ധപ്പെട്ട് വലിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാ ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതേപോലെ നിങ്ങൾ ഏതോ പ്രാചീന കാലഘട്ടത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരാളായിട്ട് മാറാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ആവാത്തത് കൊണ്ടോ വിഷമിക്കാതിരിക്കുക. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അവിടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുന്ന രീതിയിലേക്ക് പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഈ മിക്സിയുടെ പരസ്യത്തിൻ്റെ താഴെ ചില ചേട്ടന്മാർ കമൻ്റ് ഇടും, അമ്മിക്കല്ലിൽ അരച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. ഈ പറയുന്ന അമ്മിയൊന്നും ഇവൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഡിമാൻഡുകളൊന്നും പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൗഭാഗ്യയുടെ വീഡിയോ വെച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചത്. സൗഭാഗ്യയുടെ വീഡിയോയിലെ ആ ഒരു കണ്ടന്റാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ മോട്ടിവേഷന് വേണ്ടി എടുക്കുന്നത്. അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടാത്ത, നമ്മൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. വെറുതെ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചില പണികളൊക്കെ ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിനകത്ത് പുള്ളിക്കാരി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വീടൊക്കെ തൂത്തുവാരി മടുത്തു. ഓരോ ദിവസം ഇടപെട്ടിട്ടാണ് വീടിൻ്റെ അപ്സ്റ്റെയറും അല്ലെങ്കിൽ താഴത്തെ സ്ഥലം എല്ലാ ദിവസവും അപ്സ്റ്റെയറൊക്കെ തൂക്കുന്നത്. ഏതെങ്കിലും റോബോട്ടിക് വാക്വം ക്ലീനറുകാർ എനിക്കൊരു പ്രൊമോഷൻ തരികയായിരുന്നു എന്നുണ്ടെങ്കിൽ സന്തോഷമായേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അവരുടെ ലൈഫിൽ ചില ജോലികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള വഴികൾ ആലോചിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കഷ്ടതകൾ വേറൊരാൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു കഷ്ടതകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ മാസ് എന്ന് ചിന്തിക്കാതിരിക്കുക. കഷ്ടതകൾ കുറച്ചുകൊണ്ട് വരിക. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് സ്വൈര്യമായിട്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ജീവിക്കണത് എന്ന് പറഞ്ഞ് അതിൽ ആനന്ദം കൊള്ളാതിരിക്കുക. ഇതൊക്കെ ചോയ്സുകളാണ്, എല്ലാം ചോയ്സുകളാണ്. ഇന്നത്തെ കാലത്ത് ഇത്ര വീട്ടുപണികൾ, 2 പശു, ഒരു 3 ആട്, ഒരു 5-6 പട്ടി, അല്ലെങ്കിൽ 2 പൂച്ചകൾ, ഒരു വലിയ 2 നില വീട്, ഒരു 20 സെൻറ്റ് സ്ഥലം, ഇതൊക്കെ നമ്മുടെ ചോയ്സുകളാണ്. ഇതൊന്നും ഇല്ലാതെയും നിങ്ങൾക്ക് പണികളൊക്കെ കുറച്ച് സന്തോഷമായിട്ട് പുസ്തകമൊക്കെ വായിച്ച് ഫ്രീ ടൈമിൽ ചായയൊക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ടിട്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഓരോ ആളുകൾ എടുക്കുന്ന ചോയ്സ്, അവരുടെ സാഹചര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കമ്പയർ ചെയ്തിട്ട് അവരെന്തോരം പണിയെടുക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കുക. അവർക്ക് ആ ഒരു പണിയെടുക്കാതിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ള റിയാലിറ്റിയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളുമായിട്ട് സ്വന്തം ജീവിതം കമ്പയർ ചെയ്യാതിരിക്കുക. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.